CPIM നേതാവ് ജി സുധാകരൻ എന്നത് CPIM നേതാവ് ജി സുധാകരൻ അല്ലാതായി മാറിയ ദിവസമാണ് എന്ന് സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് തീരുമാനിച്ചു. അതിന് തൊട്ടുപിറകെ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിനുശേഷം ആ സമ്മേളനത്തിന് ശേഷം അദ്ദേഹം ഇവിടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരണമെന്നും ജില്ലാ കമ്മിറ്റിയുമായിട്ട് സഹകരിക്കണമെന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തന്നെ പങ്കെടുക്കണം, ക്ഷണിതാവായി പങ്കെടുത്തുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന രൂപത്തിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതിന് ഒരിക്കൽ പോലും ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹമാണ് തയ്യാറായത്, ഞങ്ങൾ ക്ഷണിക്കാനിട്ടല്ല. പക്ഷെ അദ്ദേഹം ഇവിടെ പ്രത്യേക ഓഫീസ് ഞങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരുന്നു, ഈ ജില്ലാ കമ്മിറ്റി ഓഫീസ് തന്നെ. കൃത്യമായിട്ട് അദ്ദേഹം ഇവിടെ വരികയും ഞങ്ങളുമായിട്ടൊക്കെ സംസാരിച്ച് ചർച്ച ചെയ്തൊക്കെയാണ് പോയിക്കൊണ്ടത്. അതിനുശേഷം നടന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ക്യാമ്പയിൻ ഇടതുപക്ഷത്തിന് വേണ്ടി നടത്തിയ അദ്ദേഹമാണ്. ഒരു പരിപാടിയിലും പങ്കെടുപ്പിക്കുന്നില്ല അദ്ദേഹമായിരുന്നു. എത്രയോ യോഗങ്ങൾ ഈ മണ്ഡലത്തിൽ മുഴുവൻ നടന്ന അദ്ദേഹം പ്രസംഗിച്ചില്ല, എല്ലാം ഉദ്ഘാടനം ചെയ്യല്ലേ, പ്രധാനപ്പെട്ട യോഗങ്ങളെല്ലാം ഉദ്ഘാടനം ചെയ്തതല്ലേ, രാഷ്ട്രീയ പങ്കെടുക്കല്ലേ. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, ഐതിഹാസികമായ പുന്നപ്ര വയലാർ സമരത്തിന്റെ നാടാണല്ലോ. അതിന്റെ രക്ഷാക്ഷി വാരാചരണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്താറുണ്ട്, അതിൽ സ്ഥാപനം ഞങ്ങൾ സംഘടിപ്പിക്കുന്നില്ലേ. ആ പരിപാടിയിലെ ഏറ്റവും സുപ്രധാനപ്പെട്ട വളരെ വികാരപരമായ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു ചടങ്ങാണല്ലോ ഒക്ടോബർ 27-ാം തീയതി വലിയ ചുടുകാട്ടിൽ നിന്ന് ദീപശിഖ കൊളുത്തി വയലാറിലേക്ക് കൊണ്ടുവന്നു. VS ആയിരുന്നത് കാണിച്ചുകൊണ്ടിരുന്നു. VSന് സുഖമില്ലാ വന്ന അന്ന് മുതൽ ആ ദീപശിഖ കൊളുത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങള് തീരുമാനിച്ചതും നിയോഗിച്ചതും സഖാവ് ജി സുധാകരൻ സാറിനെയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും ആ സഖാവിന് അവഗണനുണ്ടെങ്കിൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നിർവഹിക്കാൻ വേണ്ടി അദ്ദേഹത്തെ ഞങ്ങൾ നിയോഗിക്കുമോ, ഞങ്ങൾ തീരുമാനിച്ച് നടത്തുമോ? ഇങ്ങനെ എല്ലായിടത്തും ഞങ്ങള് ഒരു കാരണവശാലും ആ സഖാവിനെ ഏതെങ്കിലും രൂപത്തിലുള്ള അവഗണന ആ സഖാവിന്റെ നോട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അതെ, അതുപോലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അദ്ദേഹത്തെ ഞങ്ങള് സമയം കണ്ടെത്തി അദ്ദേഹം സഹകരിച്ചപ്പോൾ എല്ലാം പോകുന്നു. പിന്നെ സുഖമില്ലാതെ വരികയും ടെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയങ്ങളിലാണ് അദ്ദേഹം. അത് തന്നെയല്ല എന്തുമാത്രം പൊതുപരിപാടികളാണ് ഈ 5 വർഷം. ഇതുകൂടാതെ തന്നെ എത്ര പൊതുപരിപാടികളാണ് അദ്ദേഹം പങ്കെടുക്കാത്ത പൊതുപരിപാടികളുണ്ടോ? എത്ര പരിപാടികളിലാണ് അദ്ദേഹം നമ്മുടെ ജില്ലയിൽ പങ്കെടുക്കുന്നത്? നമ്മൾ പാർട്ടിയുടേതും പാർട്ടി അല്ലാത്തതും. കാരണം അദ്ദേഹം ഒരു പൊതുവെ അംഗീകാരം ഉള്ളവരാണ് സാംസ്കാരിക രംഗത്തും മറ്റു മേഖലയിലൊക്കെ ഉള്ള എത്രയോ ലൈബ്രറികളുടെ പരിപാടികൾ, എന്തെല്ലാം പരിപാടികൾ അദ്ദേഹം പങ്കെടുത്തുന്നത്. അപ്പൊ ആ രൂപത്തിൽ ഒരു അവഗണനയും, എന്തെങ്കിലും ഒരു അവഗണന ഉണ്ട്, എന്നോട് അവഗണന കാണിക്കുന്നു എന്നൊരു തോന്നൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്യും. പറഞ്ഞിരുന്നില്ല. പാർട്ടി മെമ്പർഷിപ്പ് ഞങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പ് വന്ന കാരണം അതിന്റെ പൂർത്തീകരണം ബ്രാഞ്ചിൽ നമ്മൾ പൂർത്തീകരിച്ച് ഇനി അടുത്ത ഘട്ടത്തിലേക്കുള്ളത് ഇങ്ങനെ വെല്ലിയിലിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, എനിക്ക് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഒരു ബ്രാഞ്ചിൽ പ്രവർത്തിച്ചാൽ മതി, എന്നെ ഘടകത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ പങ്കെടുപ്പിച്ച് ഒരു ഘടകം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുവരെ ആലപ്പുഴ ജില്ലയുടെ കമ്മിറ്റിയുടെ കീഴിൽ ഇല്ലാത്ത ഒരു ഘടകം, അഭിഭാഷകരെല്ലാം കൂടെ ചേർത്തൊരു ഘടകം കൂടെ ഉണ്ടാക്കി ആ ഘടകത്തിനകത്ത് സഖാവ് ജി സുധാകരനെ ഉൾപ്പെടുത്തി പ്രവർത്തിച്ചു വരുന്നു. അതിന്റെ സ്ക്രൂട്ടണി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നു. ആ സ്ക്രൂട്ടണി യോഗത്തിൽ ആ സഖാവ് സുഖമില്ല, പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിലും ആ ബ്രാഞ്ച് യോഗം കൂടിയിട്ട് അദ്ദേഹത്തിന്റെ ലവിയും പരിസംഖ്യം മേടിച്ചത് പുതുക്കാനും തീരുമാനിച്ചു. പിന്നെ അതിനകത്ത് അവിടുത്തെ അതിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ടെന്ന് വെച്ചാൽ ഫാറം വീട്ടിൽ കൊടുത്തു, പൂരിപ്പിച്ച് തരണമല്ലോ, അതും തരണം, ലവിയും തരണം. അപ്പൊ അവരോട് പറഞ്ഞു, ശരി ഞാൻ DC കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. അതിനുശേഷം പിന്നെ ഞാൻ ചാനലിലൂടെയാണ് കാണുന്നത്. ചാനലിന്റെ വാർത്ത വരുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ പുതുക്കുന്നില്ല വിവരം നമ്മളറിയുന്നത്. എങ്ങനെയാണ് വിവരം ഞാൻ നമുക്കറിയില്ല. യഥാർത്ഥത്തിൽ അതിൽ ഫൈനലൈസ് ചെയ്യുന്നത് DC ആണല്ലോ.
ജില്ലാ കമ്മിറ്റിയാണ് മെമ്പർഷിപ്പ് ഫൈനലൈസ് ചെയ്യുന്നത് സ്കൂട്ടറി. ആ ഫൈനലൈസ് ചെയ്യുന്ന സ്കൂട്ടറിന് ഫൈനലൈസ് ചെയ്യുന്ന ഞങ്ങൾ കടന്നിട്ടേ ഇല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കിയാണ് ബ്രാഞ്ച് ഞങ്ങളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ അംഗീകരിക്കണമെങ്കിൽ ലവി പരിസംഖ്യ അടയ്ക്കണം, പാറവും പൂരിപ്പിച്ചു തരണം. അത് തന്നില്ല എന്നുള്ളതാണ്. അത് കഴിഞ്ഞാണ് അദ്ദേഹം ഇത് ഒഴിവാകുന്നു എന്നൊരു വിധത്തിലേക്ക് പറഞ്ഞു. അദ്ദേഹത്തെ ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു പരിപാടിയില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഇപ്പോഴും അത് പുതുക്കിയല്ലോ, ബ്രാഞ്ചിൽ പുതുക്കിയല്ലോ, പുതുക്കി മെമ്പർഷിപ്പ്. അദ്ദേഹം പാറവും തരാത്ത കൊണ്ടാണ് അദ്ദേഹം മെമ്പർഷിപ്പ് ഒഴിവായത്. അപ്പം ഒരു രൂപത്തിലുമുള്ള ഒരു അവാർഡിനെയും അദ്ദേഹത്തോടും കാണിച്ചിട്ടില്ല. പക്ഷെ അദ്ദേഹം എല്ലാവർക്കും മനസ്സിലാവല്ലോ, കുറെ നാളുകളായിട്ട് തന്നെ അദ്ദേഹം ഈ അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്രനായി മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കുകയാണ്. അപ്പൊ അതിനെ സഹായകരമായ രൂപത്തിലേക്കാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. മെമ്പർഷിപ്പ് എന്ന് ഒഴിവാകുന്നതും അവഗണിക്കുന്നു എന്ന് പറയുന്നതും എല്ലാം ആ രൂപത്തിലാണ്. സുധാകരൻ സാഹിബിനെ പോലുള്ള സഖാവിനെ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അദ്ദേഹത്തിന്റെ അടുത്ത് ഞങ്ങളെല്ലാവരും കൂടെ ഇന്നലെയും പോയി പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല. കാരണം വേറൊരു സാധാരണ പാർട്ടി നേതാവ് പാർട്ടിക്കാരനല്ലല്ലോ. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ്. അങ്ങനെയുള്ള നേതാവ് മാർക്സിസം ലെനിനിസത്തെ കുറിച്ച് ശരിയായ രൂപത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള സാർ, കൃത്യമായി അതിന്റെ തത്വശാസ്ത്രത്തെ കുറിച്ചൊക്കെ വളരെ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കുകയും അതിനെ ശരിയായ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും അതിനെ ശരിയായ രൂപത്തിൽ കാലഘട്ടത്തിനനുസരിച്ച് സഹാക്കളെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സഹാവാണ്. അല്ലേ? അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഇങ്ങനെ ഒരു അപജയം യഥാർത്ഥം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതാണ് ഗൗരവമുള്ള പ്രശ്നം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഇങ്ങനെയുള്ള നേതാക്കന്മാര്, ഇങ്ങനെയുള്ള ഒരു പ്രവർത്തിക്കുന്ന ഒരു സഹാവിന് പോലും അപജയം ഉണ്ടാകുന്നു എന്നുള്ള ഒരു പുതിയ പാഠം ഞങ്ങൾ പഠിക്കുക, ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു സഹാവിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അപജയം ഉണ്ടാകാൻ പാടില്ലാത്ത. കാരണം എന്താണ് അദ്ദേഹം തന്നെ പറയുന്നതല്ലേ, മാർക്സിസത്തെ കുറിച്ച് ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കി ആ തത്വശാസ്ത്രത്തോടുള്ള ആ തത്വശാസ്ത്രം നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുള്ള കൂറ് 63 വർഷക്കാലം അതിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരിക്കുക, അതിന്റെ എല്ലാ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുക, ബഹുജന സംഘടന പ്രസ്ഥാനത്തിന്റെ നേതാവായി പ്രവർത്തിക്കുക, ഇതൊക്കെ ചെറിയ കാര്യമാണോ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ രൂപത്തിൽ? അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റിന് ഒരിക്കലും ഇങ്ങനെ ഒരു അവയവം ഉണ്ടാകാൻ പാടില്ലാത്ത അതുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളെ എല്ലാം വേദനിപ്പിക്കുന്നത്, ഞങ്ങളെ എല്ലാം ദുഃഖിപ്പിക്കുന്നത്. അത് ഞങ്ങളുടെ ഒരു പാർട്ടി ഒരു വലിയ സ്വയംപ്രശ്നം നടത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ എല്ലാം ആയാലും ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് വലിയൊരു തെളിവാണ്. അദ്ദേഹം ഞാൻ പ്രതീക്ഷിക്കുന്നത് അമ്പലപ്പുഴയിൽ മത്സരിക്കുമെന്നാണ് ഇപ്പൊ അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അദ്ദേഹത്തിൽ പിന്മാറും എന്നാണ് ഞാൻ കരുതുന്നത്. വീണ്ടും ചിന്തിക്കുന്നെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന രൂപത്തിലേക്ക് അദ്ദേഹം തന്നെ പടുത്തുയർത്തിയ ഒരു പ്രസ്ഥാനം, അദ്ദേഹത്തിന് വലിയ പങ്കുണ്ടല്ലോ. ആ ഒരു പ്രസ്ഥാനത്തെ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ കൊണ്ടുവന്ന് എത്തിക്കാൻ പാടില്ലാത്തതാണ് അദ്ദേഹം, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. അതിൽ നിന്ന് അദ്ദേഹം പിന്മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്മാറുമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്മാറുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയുള്ള ദിവസം കാണാം. അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാം, അങ്ങനെ ഇനിയും ചിന്തിച്ചാൽ അയാൾക്ക് മാറാം. വിളിച്ചോ? ഇല്ല, ഞാൻ വിളിച്ചില്ല. പത്രസമ്മേളനത്തിന് മത്സരിക്കുന്ന ഞാൻ ഇന്നലെ വീട്ടിൽ പോയി അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ സംസാരിച്ചു. സാധാരണഗതി നമ്മളങ്ങനെ ആരും നമ്മളെ പോകത്തില്ല, ഞാൻ അങ്ങനെ പോയി അവിടെ സംസാരിക്കുന്ന കാര്യമില്ല. അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സെമിനാറുകൾ, അതായത് 10-25 പേരാണ് തുടർച്ചയായിട്ട് ആക്ഷേപിക്കുന്നു, അദ്ദേഹത്തിന്റെ പിതാവിനെ ആക്ഷേപിക്കുന്നു. ഇതെല്ലാം ഇങ്ങനെയുള്ള പുള്ളി അദ്ദേഹം പറഞ്ഞതിനകത്ത് ചില വസ്തുത ഉണ്ടായിരുന്നു, അങ്ങനെ ശ്രദ്ധയപ്പെട്ടു. കാരണം ചില വാട്സാപ്പിലൂടെയും അതേപോലെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ വന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അതെല്ലാം എന്റെ ശ്രദ്ധയപ്പെട്ടു, ഞങ്ങളുടെ എല്ലാം ശ്രദ്ധയപ്പെട്ടു. പക്ഷേ അവരെയൊക്കെ ഞങ്ങൾ താക്കീത് ചെയ്തിട്ടുണ്ട്. ഒരാളെ ഞാൻ തന്നെ നേരിട്ട് പോയിരുന്നിട്ടാണ് അയാൾ ഒരു ലോ കമ്മിറ്റി മെമ്പറെ
ഏരിയ കമ്മിറ്റിയിൽ കൂടി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് വിശദീകരണം ചോദിച്ച് നടപടിയെടുക്കും. ഞാൻ പറഞ്ഞ അങ്ങനെ പറഞ്ഞ അതാ പറയാം. ഇപ്പം ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാഹചര്യം ഒരുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുന്നതല്ലാണ്ട് എല്ലാ കാര്യങ്ങളും ഇടപെടുത്തില്ല. എന്റെ ശ്രദ്ധയിൽ ഞങ്ങളുടെ ശ്രദ്ധയിൽ അദ്ദേഹത്തെ മോശപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ള ഏത് കാര്യത്തിലും ഞങ്ങളുടെ ശ്രദ്ധ ചില വരാത്ത കാര്യമുണ്ട്. വന്നതിനെല്ലാം ഞങ്ങള് അവരെ ബന്ധപ്പെട്ടവരെ വിളിച്ചുകൊണ്ട് മര്യാദ കാണിക്കരുത് എന്ന് പറഞ്ഞ് ചിലരെ ശാസിച്ചു, ചിലരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു, ചിലരെ സംഘടനാപരമായ നടപടിക്ക് വിധേയമാക്കി. പാർട്ടി വിടാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. കോട്ടയത്ത് കോൺഗ്രസ് പാർട്ടി ഒരു പാടി സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് യാത്ര ചെയ്യുകയും പാതി വഴിയിൽ പാർട്ടി ഇടപെട്ടതിൽ പിന്തിരിച്ചു പോവുകയുമായിരുന്നു കാര്യമുണ്ട്. അങ്ങനെ നേരത്തെ കോൺഗ്രസിന്റെ പരിപാടി പങ്കെടുക്കാൻ അയ്യോ അതെനിക്ക് അറിയാൻ പാടില്ല. ഇതിപ്പോ പുതിയ അറിവാണ്. ഞാൻ പറയട്ടെ, അതിപ്പോ നമ്മൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എടുത്ത സമീപനം എന്താ? തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിജയിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിക്കണം, എടുക്കണം. നിലവിൽ ഒരു ടൈമൊക്കെ മത്സരിച്ചവർ വീണ്ടും ഒരു ടൈം കൂടെ കൊടുക്കണം. ഒരു ടൈം മത്സരിച്ചാലേ നമുക്ക് ഒഴിവാക്കാൻ ഒക്കുമോ? നമ്മൾ 2 ടൈം ചിലരെ വീണ്ടും തന്നെ അവർ നിർത്തേണ്ടി വരും. പ്രത്യേകിച്ച് കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടങ്ങളിൽ നല്ല രൂപത്തിലുള്ള വികസന പ്രവർത്തനം നടന്നിട്ടുണ്ട്. എല്ലാ മണ്ഡലത്തിലും നടന്നിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഇപ്പം നിലവിലുള്ള MLA-മാര്. അപ്പൊ അവരായിരിക്കും കുറേയും കൂടെ സ്വീകാര്യരായിട്ടുള്ളത് ആ മണ്ഡലങ്ങളിൽ ജയിച്ചു വരാൻ. അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചിലരെ നമ്മൾ പരിഗണിച്ചിട്ടുണ്ട്. അപൂർവം ചില നിങ്ങളെ പരിചരിച്ചിട്ടുണ്ട്. അതായത് സിറ്റിംഗ് MLA-മാരായി മന്ത്രിമാരായി മത്സരിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ളവർ 3 ടൈമിലേക്ക് മത്സരിക്കുന്നു. അവർക്ക് അധികാരം ഓർമ്മില്ല. അവർ കാശിക്ക് പോകാനാണ് മത്സരിക്കുന്നതാണ് തുടർച്ചയായി മത്സരിക്കുന്നത്. വേണമെങ്കിൽ CPIM-മായി ഇടഞ്ഞ മുതിർന്ന നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്താ സമ്മേളനം നടന്നതിൻ്റെ തൊട്ടുപിറകെ CPIM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്താ സമ്മേളനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അങ്ങനെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായിട്ട് മത്സരിക്കാൻ തീരുമാനിച്ചുവെന്ന് മുതിർന്ന നേതാവായിട്ടുള്ള ജി സുധാകരൻ പറയുമ്പോഴും ആ പറച്ചിൽ തിരുത്താനും പാർട്ടിയിലേക്ക് തിരികെ വരാനുമുള്ള വാതിലുകൾ ഇപ്പോഴും തുറന്നു കിടക്കുന്നുവെന്നാണ് ആർ നാസർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ വാർത്താ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകളിലേക്ക് പോകാം. കേരളാംഗം CPIM-മായി ഇടഞ്ഞ മുതിർന്ന നേതാവ് ജി സുധാകരൻ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ഇന്ന് രാവിലെയാണ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. മത്സരത്തിന് ആരുടെയും പിന്തുണ തേടില്ല, ഒരു പാർട്ടിയിലേക്കും പോകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഒന്നും പറയാൻ താനില്ല, ആരും നിർബന്ധിച്ചിട്ടല്ല പാർട്ടിയിൽ ചേർന്നത്. അമ്പലപ്പുഴ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എളമരം കരീം സമർപ്പിച്ച